കല്ലൂസേ നല്ല രീതിക്ക് തല്ലു. അവള് അവളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നല്ലേ. കുറെ ദിവസത്തിന് ശേഷമല്ലേ നിന്നെ കാണുന്നേ. മക്കളെ തലടാ. എന്താണ് ഇത്ര ബഹളം? നീ തപ്പത്തി ജസ്റ്റ് ലാൻഡഡ്. ശിവ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ വരുമ്പോ വിളിച്ചു പറഞ്ഞിട്ട് പറഞ്ഞോന്ന്? അങ്ങനെ വന്ന ഈ ഒരു ത്രില്ല് കിട്ടുവോ? കിട്ടോ മക്കളെ? ഇല്ല. കിട്ടോ? ഇല്ല. അതാണ്. നീ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ നിന്നെ രാത്രി 12 മണിക്ക് വിളിക്കായിരിക്കുന്നേ. പിന്നെ നീ കൊറേ വിളിക്കും. നീ 12 മണിക്ക് വിളിക്കുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം. അത് വേറെ കാര്യം. ഞാൻ വല്ലതും വിളിച്ചാ പറയാം കേട്ടോ. കുഞ്ഞമ്മ ഓ കൈവിഷയാണോ? കുഞ്ഞമ്മ അങ്ങനെ കയ്യും വീശി വരുവോ? കുഞ്ഞമ്മ രണ്ടാൾക്കും കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ആക്രാന്തം കാണിച്ച ധൃതി കാണിച്ച രണ്ടാൾക്കും തരൂല. പാർക്കുഞ്ഞമ്മ ധൃതി കാണിക്കല്ലേ? ഞാൻ ധൃതി ഓടിക്കത്തില്ല, നീയും ധൃതി ഓടിക്കും. ഇല്ല. അളിയോ ഓ എന്തുവാ ന്യൂ ഇയർ പ്ലാൻസ്? ന്യൂ ഇയർ പ്ലാൻസ് നമുക്ക് സെറ്റ് ചെയ്യാം. ശിവ വന്നാലേ ഉള്ളൂ. പോയി ഫ്രഷ് ആയിട്ടൊക്കെ വാ. അതെ അതെ, ആദ്യമേ എന്തെങ്കിലും കഴിക്ക്. ആടേ ശിവ, 2 ദിവസമായിട്ട് നിന്നെ അമ്മൂമ്മ തിരക്കണുണ്ടായിരുന്നു. ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്റെ കാര്യം. തിരക്കും എന്നെ അമ്മൂമ്മ തിരക്കും. അതെങ്ങനാ? അമ്മൂമ്മക്ക് മാത്രല്ലേ ഈ വീട്ടിൽ എന്നെ പറ്റി ഒരു ചിന്തയുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും നമ്മളെ ഓർക്കാൻ പോലും സമയമില്ലല്ലോ. കൊച്ചു അങ്ങനെ പറയരുത് കേട്ടോ. കഴിഞ്ഞ ദിവസം കൂടെ നമ്മൾ എന്തോ സംസാരിച്ചോടുന്നപ്പോഴത്തേക്കും നിന്റെ കാര്യം ഞാൻ സിദ്ധുവിന്റെ അടുത്ത് പറഞ്ഞതാ അല്ല സിദ്ധു? എനിക്ക് ഓർമ്മയൊന്നുമില്ല. അതെങ്ങനാ? പറഞ്ഞാലല്ലേ ഓർമ്മയുണ്ടാവുള്ളൂ. എടാ പറഞ്ഞെന്ന്. നമ്മൾ ഇന്നലെ വൈകുന്നേരം റൂമിൽ നിന്ന് ചായ കുടിച്ചോണ്ടിരുന്നില്ലേ? അപ്പോ കുഞ്ഞിന് ഓർമ്മയുണ്ടാ? ഇല്ല. ഞാനിവിടെ ഇല്ലല്ലോ. കുഞ്ഞപ്പണത്തല്ലേ എപ്പോഴും. ശിവാനി, ഞങ്ങള് ശിവാനിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷെ ലച്ചൂസ് ശിവാനി എന്നുള്ള പേര് പോലും ഇവിടെ മിണ്ടാറില്ല. സിദ്ധു ചുമ്മാ കള്ളം പറഞ്ഞുണ്ടല്ലോ. ഞാനെപ്പോഴാ കള്ളം പറഞ്ഞേ? നീ ഇപ്പൊ കള്ളം പറഞ്ഞല്ലേ? ഞാൻ കള്ളം പറഞ്ഞില്ല. ഞാൻ ഉള്ള കാര്യത്തിനാ പറഞ്ഞേ. എന്റെ ശിവാനി, ഇവിടെ നിന്റെ പേര് ഞാൻ മാത്രമേ പറയാറുള്ളൂ, വേറെ ഒറ്റ മനുഷ്യനോട് പറയാറില്ല. ലച്ചു ചുമ്മാ അങ്ങോട്ട് തള്ളി വിടുക അല്ലേ? തള്ളി വിടണ തള്ളി വിടുന്നു. എന്റെ വീട്ടുകാരെ പറയാൻ വന്നല്ലേ നീ? എന്റെ ദൈവമേ, ചുമ്മാ ഞാൻ മനസ്സിൽ പോലും മനസ്സിൽ പോലും അല്ല, നീ എന്റെ വീട്ടുകാരെ തന്നെ പറയാൻ വന്നത്. എനിക്ക് മനസ്സിലായി. അതേടോ, ഞാൻ തന്റെ വീട്ടുകാരെ തന്നെ പറയാൻ വന്നത്. താൻ എന്ത് ചെയ്യും? കണ്ടോ ഇവിടെ സ്വഭാവം കണ്ട? ഇതാണ് ഇവിടെ യഥാർത്ഥ സ്വഭാവം. ഇതാണ് എന്റെ യഥാർത്ഥ സ്വഭാവം. എന്താ കുഴപ്പമില്ല? എന്തോ ദേശിക്ക് അവളെ വിളിച്ചിട്ട് പോയെ. എന്റെ ശിവാനി, ഇവിടെ നിന്റെ കാര്യം ഞാൻ മാത്രമേ പറയാറുള്ളൂ. ശിവാനി അവള് ചുമ്മാ പറഞ്ഞ കള്ളോ? കള്ളം പറയുന്നത് അച്ഛാ ന്യൂ ഇയർ കൊള്ളാമോ? അറിയില്ല കല്ലൂസേ.